ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെസ്റ്റേൺ വെയേഴ്സ് നമ്മൾ ഇടുന്ന സമയത്ത്, മോഡേൺ ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് നമ്മുടെ ഹിജാബ്, ഹെയർ, വാച്ച്, ബാഗ് ഇതൊക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്, അതിൻ്റെ മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് ഒരു 2 മിസ്റ്റേക്സ് പാർട്ട് 1 വീഡിയോയിലുണ്ട്. ആദ്യം ഈ വീഡിയോൻ്റെ പാർട്ട് 1 കാണുക, അതിന് ശേഷം പാർട്ട് 2 കാണും. മിസ്റ്റേക്സ് നമ്പർ 3 ആണ് ഇനി പറയാനുള്ളത്. നിങ്ങളൊരു മോഡേൺ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളാണ്. സോ മിസ്റ്റേക്ക് നമ്പർ 3 പറയാൻ പോകുന്നത് ഫുഡ് വെയേഴ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മൾ ഏത് ചെരുപ്പ് ഇടണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാ ടൈപ്പ് ഡ്രസ്സിലേക്കും എല്ലാ ടൈപ്പ് ചെരുപ്പുകളും ഫുഡ് വെയേഴ്സും ചേരില്ല എന്നുള്ളതാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഉള്ളത് പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്. സോ സ്നിക്കേഴ്സ് വേറെ, സാൻഡിൽസ് വേറെ, ഫ്ലിപ്പ് ഫ്ലോപ്സ് വേറെ, ഹീൽസ് വേറെ, പംപ്സ് വേറെ, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കൈൻഡ് ഓഫ് ചെരുപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ എല്ലാ ചെരുപ്പുകളും എല്ലാ ഡ്രസ്സിലേക്കും ചേരില്ല. നമ്മളൊരു സ്പോർട്സ് ഷൂ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു സാരി വെയർ ചെയ്താൽ നമ്മുടെ ലുക്ക് ഭയങ്കര ബോറായിരിക്കും. അതേപോലെയാണ് കേരളത്തിൽ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടും, എന്നിട്ട് അതിൻ്റെ കൂടെ മാച്ചും ഇല്ലാത്ത സാധാരണ ഏതെങ്കിലും ഒരു വള്ളിച്ചെരുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂവോ ഒക്കെ ആയിട്ട് ഇട്ട് പോകും. നമ്മളൊരു വൈറ്റ് സ്നിക്കറാണ്, ഒരു വൈറ്റ് സ്പോർട്സ് ഷൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഡെനിമോ അല്ലെങ്കിൽ ഒരു പാൻറ്റോ മാത്രമേ നമ്മൾ വെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഒരിക്കലും ഒരു ചുരിദാറിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്നിക്കർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമുക്കൊരു കാഷ്വൽ ലുക്ക് തരില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര ടൈപ്പ് ചെരുപ്പുകളാണ് ഉള്ളത്, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഫുഡ് വെയറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഉണ്ടാക്കുക. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് ടൈപ്പ് വെസ്റ്റേൺ ഡ്രസ്സാണ് ഇട്ടത്. വെസ്റ്റേൺ ഡ്രസ്സിൽ എന്നെ പ്ലാസോ ആണോ, ജീൻസ് ആണോ, പാൻസ് ആണോ, സ്കേർട്ടാണോ, അതിൽ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടത്, അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, എന്നിട്ട് ഇടുക. ഇപ്പോൾ നമ്മളുടെ കേരളത്തിനകത്ത് കാണുന്ന ഒരു ബിഗ് മിസ്റ്റേക്സ് ആണ്. ഗേൾസിലൊക്കെ സ്നിക്കേഴ്സ് ഭയങ്കര ഫെമിലിയർ ആണ്. സ്നിക്കേഴ്സ് 2022 ഒരു ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സാധനമാണ്. സോ ഒരു വൈറ്റ് സ്നിക്കറിൻ്റെ കൂടെ നമ്മളുടെ സൽവാർ കുർത്ത സെറ്റൊക്കെ നമ്മൾ കാഷ്വൽ ആയിട്ട് ഇടുകയാണെങ്കിൽ അത് മാച്ച് ചെയ്യുന്നില്ല. വൈറ്റ് സ്നിക്കേഴ്സ് ചേരുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്, കുറച്ച് സ്ലിം ഫിറ്റ് ഡ്രസ്സുകൾ. സ്പോർട്സ് ഷൂ നമ്മളൊരു ചുരിദാറിലേക്ക്, ഒരു നിറയെ പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ ഉള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ചുരിദാറിലേക്കൊക്കെ ഇടുകയാണെങ്കിൽ അത് ഭയങ്കര ബോറാണ്. നിങ്ങൾ ചുരിദാറിലേക്ക് ഫ്ലാറ്റ് ഷൂസോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സോ അതൊക്കെയാണ് നമുക്ക് ചുരിദാറിലേക്ക് ഒന്നും കൂടി മാച്ച് ആവുക. ഫാൻസി ടൈപ്പ് ഹീൽസ് ഉള്ള ഹീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനി സ്റ്റോൺ വരുന്ന നമ്മുടെ പാർട്ടി വെയർ സാറ്റിൻ്റെ ഹീൽസൊക്കെ ആണെങ്കിൽ അത് ഒന്നും കൂടിയും ബെറ്ററാണ്. നമ്മളിവിടെ പറയുന്നത് ഓരോ ഡ്രസ്സിനും അനുസരിച്ച് നിങ്ങൾ ഓരോ ഷൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ചിലവാക്കണം എന്നല്ല. എല്ലാ ഡ്രസ്സിലേക്കും കോമൺ ആയിട്ട് ചേരുന്ന കുറച്ച് ചെരുപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ചെരുപ്പുണ്ട്. സാധാരണ ഒരു മിഡ് ടൈപ്പ് ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട്, അത് എല്ലാ ഡ്രസ്സിലേക്കും കോമൺ ആയിട്ട് ചേരും. സോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിന് ഏത് ടൈപ്പ് ഫുഡ് വെയർ ആണ് കൂടുതൽ മാച്ച് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ഇട്ടിട്ട് ആ ലുക്കിനെ മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെരുപ്പിട്ട് പോവരുത്. ഇനഫ് ഷൂസിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. മിസ്റ്റേക്ക് നമ്പർ 3 കംപ്ലീറ്റ് ആയി. മൂവ് ഓൺ. മിസ്റ്റേക്ക് നമ്പർ 4. ഒരു മോഡേൺ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മൾ വരുന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ് മിസ്മാച്ചിങ് ഡ്രസ്സസ് എന്ന് പറയുന്നത് ആൻഡ് റോങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഒരു ഹൂഡിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതിന് പെയറായിട്ട് നമുക്ക് ജീൻസ് ആണോ, അതല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് പ്ലാസോ ആണോ, അല്ലെങ്കിൽ നമുക്കൊരു ചുരി പാൻറ്റാണോ, ഏത് പാൻറ്റാണ് നമുക്കൊരു ഹൂഡിയിലേക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുക എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിലേക്ക് ബോട്ടം സൈഡിൽ ഒരു സ്കേർട്ടാണോ, ഒരു പാൻറ്റാണോ, ഓർ എനി കൈൻഡ് ഓഫ് ട്രൗസേഴ്സ് ഓർ ജീൻസ്, ഏതാണ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത്, പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആവുന്നതെന്ന് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന. വേറെ ഏതൊരു ഫൈൻഡറിൻ്റെയും ആവശ്യമില്ല നമുക്ക് ഗൂഗിൾ ഉള്ളതുകൊണ്ട്. എങ്കിൽ പണ്ടത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും ഒരു നല്ല ഡ്രസ്സ് ഞാൻ എങ്ങനെ ഇടേണ്ടതെന്ന് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. സോ ഇന്ന് നമ്മൾ എന്ത് കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഗൂഗിൾ ഉണ്ട്. സോ നിങ്ങളുടെ പെയറിങ് മാക്സിമം മാച്ച് ചെയ്യുക, അല്ലാതെ ഏതെങ്കിലും ഒരു ടോപ്പിലേക്ക് ഏതെങ്കിലും ഒരു ബോട്ടം ഇട്ട് പോകാണ്ടിരിക്കുക.
ടോപ്പും ബോട്ടവും നന്നായിട്ട് പെയർ ചെയ്ത് പോവുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കാണാനൊരു വൃത്തിയുള്ള ലുക്ക് ഉണ്ടാവുക. നമ്മൾ ഇടുന്ന ഡ്രസ്സിലൊരു നീറ്റ്നെസ് കൊണ്ടുവരാൻ സാധിച്ചാൽ യു ലുക്ക് സ്പെഷ്യൽ. സോ അതിൻ്റെ കൂടെ കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷനും ശ്രദ്ധിക്കുക. ലുക്ക് ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഒരു ബ്ലൂ ഷർട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഈ ബ്ലൂവിലേക്ക് ഏറ്റവും മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് കളർ ഏതാണെന്ന് ജസ്റ്റ് നമ്മൾ ക്രോം ബ്രൗസറിൽ പോയി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ പോയിട്ട് നല്ലൊരു ബെസ്റ്റ് മാച്ചിങ് കളർ, ബ്ലൂയിലേക്ക് ബെസ്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു കളർ ഫൈൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് കളർ കോമ്പിനേഷൻ ജസ്റ്റ് ഈസി ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഫിറ്റ്സും സ്റ്റൈൽസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇനഫ്. ആൻഡ് നെക്സ്റ്റ് മൂവ് ഓൺ മിസ്റ്റേക്ക് നമ്പർ 5. ഫൈനൽ മിസ്റ്റേക്കിൽ വരുന്നത് കറക്റ്റ് ഫിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. നമ്മളൊരു ഡ്രസ്സ് വാങ്ങി അത് തന്നെ പ്രയോറിറ്റി അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കില്ല. നമ്മൾ ഏത് ഡ്രസ്സ് ഇടുകയാണെങ്കിലും എസ്പെഷ്യലി വെസ്റ്റേൺ ഡ്രസ്സ് നമുക്ക് അവൈലബിൾ ആവുക മീഡിയം, ലാർജ്, എക്സൽ ഓർ ഫ്രീ സൈസ് ആയിരിക്കും. സോ ഇങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഷേപ്പിൽ നമ്മൾ എടുക്കുമ്പം നമ്മളെ സ്ലീവ്സിൻ്റെ എൻഡുകൾ അല്ലെങ്കിൽ പാൻസിൻ്റെ എൻഡ്സൊക്കെ അത് തീരെ ഒരു ടാപ്ഡ് അല്ലാത്ത രീതിയിൽ അൺകംഫർട്ടബിൾ ആയിട്ടാണ് നമുക്കിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഫ്രീ സൈസുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റിംഗ് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ഒരു ടൈലർ ഷോപ്പിൽ പോയിട്ട് അത് നമ്മളെ അളവിലേക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ചില വെസ്റ്റേൺ ഡ്രസ്സ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഹൂഡീസ് ലൈക്ക് അത് ലൂസായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കറക്റ്റ് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. എല്ലാവരും നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിയിടും, പക്ഷേ അതിൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് ചെയ്യില്ല. ഇപ്പം നമ്മളൊരു അബായ ഇടുന്ന സമയത്ത് അതിനൊരു ഇറക്കമാണ്, ഫുൾ ലെങ്ത് ഇറക്കമാണ്. പക്ഷേ നമ്മളൊരു മിഡി സ്കേർട്ട് ഇടുന്ന സമയത്ത് അത് നമ്മളുടെ 3/4 സൈസാണ്. സോ ഓരോന്നിനും ഓരോ സൈസ് നമ്മളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ജീൻസ് ഇടുന്ന സമയത്ത് അതിൻ്റെ എൻഡ് നല്ല വൃത്തിയിൽ ഫോൾഡ് ചെയ്ത്, അതിൻ്റെ അടി നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്ത് വെക്കുന്നവർ ശ്രദ്ധിക്കണം. വെറുതെ നമ്മൾ ലൂസായിട്ട് ഇട്ട് പോകരുത്. അതുപോലെ ബെൽറ്റ് പോലുള്ള ആക്സസറീസ് നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ മസ്റ്റായിട്ടും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അതൊക്കെ നമ്മൾ കറക്റ്റായി ഷേപ്പ് ചെയ്ത് വെക്കണം. ചില ഡ്രസ്സിൻ്റെ കൂടെ അതിൻ്റെ കൂടെ പെയറായിട്ട് തന്നെ ചില സ്ട്രിങ്സും അതുപോലെ തന്നെ എന്തെങ്കിലും ബെൽറ്റോ ഒക്കെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബെൽറ്റുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സസറീസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2 ഡ്രസ്സ് മിക്സ് ചെയ്തിട്ട് ലെയറിങ് ആയി ഓവർ ജാക്കറ്റ് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് ഇടുന്ന സമയത്ത് അത് കറക്റ്റ് ഫിറ്റിംഗ് ആണോ, അതും പെയറിംഗ് ആണോ, മാച്ചിങ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ പാൻറ്റിൻ്റെ ആംഗിൾ ലെങ്ത്തിനനുസരിച്ചിട്ട് ഫുട്വെയറും സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്യാം. സോ നമ്മളുടെ ഫോൾഡിങ്, ഫിറ്റിങ്, കറക്റ്റ് നമ്മൾ ലെയറിങ്, അതുപോലെ തന്നെ അയണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 5 മിസ്റ്റേക്സ് 2 വീഡിയോയിലും കൂടി ഡിസ്കസ് ചെയ്തത്. ഒരു വെസ്റ്റേൺ വെയർ, ഒരു മോഡേൺ ഡ്രസ്സ് നിങ്ങൾ എങ്ങനെ ടോട്ടലായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുലു. ബൈ.